നമ്മളൊക്കെ മനുഷ്യരാണല്ലോ. അതുകൊണ്ട് തന്നെ മനപ്രയാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, വിഷമാവസ്ഥകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അതേപ്രകാരം തന്നെ ഏതെങ്കിലും വിഷയത്തിൽ ഭയം, പേടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ആരുടെയെങ്കിലും ചതിയോ വഞ്ചനയോ സംബന്ധിച്ച് ആശങ്കയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അല്ലേ? എന്നാൽ ഇതിനൊക്കെ പരിഹാരമായി ഖുർആനിൽ 2-3 ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയായ വിധത്തിൽ നാം ചൊല്ലുകയാണ് എങ്കിൽ മനപ്രയാസങ്ങളിൽ നിന്നും, വിഷമാവസ്ഥകളിൽ നിന്നും, ഭയങ്ങളിൽ നിന്നും, പിന്നെ ചതിയോ വഞ്ചനയോ സംബന്ധിച്ച് ആശങ്ക ഉണ്ടെങ്കിൽ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും. ആ 3 പ്രാർത്ഥനകൾ നമുക്ക് നോക്കാം. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ മനപ്രയാസങ്ങളും വിഷമാവസ്ഥകളും അയാൾക്ക് നീങ്ങിപ്പോകുമെന്നാണ്. യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണിത്. അദ്ദേഹത്തിന് അതിന് ഫലവും കിട്ടിയിട്ടുണ്ട്. 3 ഇരുട്ടുകളിലാണ് അദ്ദേഹം ഈ ദ്വാ ചെയ്തത്. അതായത് രാത്രിയുടെ ഇരുട്ട്, കടലിൻ്റെ ആഴിയിലുള്ള ഇരുട്ട്, പിന്നെ മത്സ്യത്തിൻ്റെ വയറ്റിലുള്ള ഇരുട്ട്. ആ 3 ഇരുട്ടുകളും സമ്മേളിച്ച സമയത്ത്, ആരുമാരുമില്ലാത്ത ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് നാം ഉത്തരം നൽകിയെന്ന് കാണാം. എന്തെങ്കിലും പേടി, എന്തെങ്കിലും ഭയം തോന്നുകയാണെങ്കിൽ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന ദിക്ർ ചൊല്ലിയാൽ മതി. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചൊല്ലി രക്ഷപ്പെട്ട ദിക്റാണ് ഈ ദിക്ർ. തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അദ്ദേഹം ഈ ദിക്ർ ചൊല്ലിയതോടുകൂടെ അള്ളാഹു അഗ്നിക്ക് ഓർഡർ നൽകുകയാണ്, കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അഗ്നി, നീ ഇപ്പോൾ തണുപ്പാവണം, രക്ഷയുമാവണം ഇബ്രാഹിമിന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ ഭയത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. വ ഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറും ബിൽ ഇബാദ്. ആരുടെയെങ്കിലും ചതിയോ വഞ്ചനയോ സംബന്ധിച്ച് ആശങ്ക ഉണ്ടായാൽ ചൊല്ലേണ്ട ദിക്റാണ് ഇത്. ഈ ദിക്റുണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് ആളുകൾ ചതിയിൽ പെടുന്നത് എന്ന് പോലും മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്.